ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുവാണ്. ആക്സിസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. നമ്മൾ ഇതിന് മുന്നേ ഈ വീഡിയോ സീരീസിൽ തന്നെ ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി അല്ലെങ്കിൽ ആക്സിസ് ഇൻക്ലൈൻഡ് ടു വി പി എന്നുള്ള രണ്ട് കേസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എ സോളിഡ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്നുള്ള ഒരു കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് വി പി എന്നുള്ള ഈ ഒരു കേസിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് സെറ്റ്സ് ആയിട്ടാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്ലെയിനിന് ഇൻക്ലൈൻ ചെയ്ത് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ എച്ച് പിക്കാണ് ഇൻക്ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ സോളിഡ് ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഫിഗർ വരയ്ക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അടുത്ത പ്ലെയിനിന് ഇൻക്ലൈൻ ചെയ്ത് നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ പോകണം. അതാണ് ആക്സിസ് ഇൻക്ലൈൻഡ് ടു വി പി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ 3 സെറ്റ് ഓഫ് ഫിഗേഴ്സ് ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മളുടെ ഫൈനൽ സൊല്യൂഷൻ എത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. A triangular pyramid 30 mm base and 60 mm height is resting on one of its base edges on HP. The axis is inclined 50 degree with HP. Draw the projections if base edge resting on HP is inclined 40 degree with VP. 2. Axis is inclined 30 degree with VP. 3. Top view of the axis makes an angle 45 degree with XY line. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ വി പിക്കുള്ള ഇൻക്ലിനേഷൻ 3 ഡിഫറൻറ്റ് സെറ്റ് ഡേറ്റ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് 3 ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനെ നമ്മൾ ഒറ്റ ക്വസ്റ്റ്യനായിട്ട് നമ്മളൊന്ന് സോൾവ് ചെയ്ത് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3 ക്വസ്റ്റ്യൻ നമ്മൾ ഒരുമിച്ച് ഒറ്റ ക്വസ്റ്റ്യനാക്കി സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കുലർ പിരമിഡാണ്. അതിൻ്റെ എച്ച് പിയുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചതുപോലെ ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പിയുടെ ഒരു കേസായിട്ട് ഇത് മാറുന്നതാണ്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും പാർട്ട്, ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക, രണ്ടാമത്തത് ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി വരയ്ക്കുക എന്നീ 2 പാർട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഈ വീഡിയോ വളരെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ 2 പാർട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുക, പഴയ വീഡിയോ കണ്ട് ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക. പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായ ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി വരെയുള്ള ഭാഗം വരച്ചിരിക്കുന്ന ഫിഗർ ഇവിടെ ഇതാണ്. ഈ ഫിഗർ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സോളിഡ് ഈസ് ഇൻ എച്ച് പി എന്നുള്ള രീതിയിൽ നമ്മൾ ട്രയാങ്കുലർ പിരമിഡിനെ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞു, അതിന് നെയിമിംഗ് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രയാങ്കുലർ ഷേപ്പ് കിട്ടുന്നതാണ്. അവിടെയും നമ്മൾ നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 50 ഡിഗ്രി വിത്ത് എച്ച് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആക്സിസ് ആൻഡ് ബേസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സോ ഇഫ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് ടു 50 ഡിഗ്രി ദെൻ ബേസ് വിൽ ബി ഇൻക്ലൈൻഡ് ടു 90 - 50 ദാറ്റ് ഈസ് 40 ഡിഗ്രി വിത്ത് XY ലൈൻ. അതുകൊണ്ട് ആക്സിസ് 50 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ബേസ് 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്ന രീതിയിലോ ഈ ഫ്രണ്ട് വ്യൂവിനെ ട്രയാങ്കിളിനെ നമ്മൾ ഇൻക്ലൈൻ ചെയ്ത് റീഡ്രോ ചെയ്യുന്നതാണ്. ഈ റീഡ്രോ ചെയ്ത ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ താഴേക്ക് വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നു. ടോപ്പ് വ്യൂവിൽ നിന്നും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓരോ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഔട്ടർ ലൈൻസിനെ, ബൗണ്ടറിയെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. മുകളിൽ നിന്നും ഒരു ടോർച്ച് അടിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഹിഡൻ എഡ്ജസും വിസിബിൾ എഡ്ജസും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത്രയുമാണ് ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്നുള്ള പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് കേസ് 1 ആണ്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്
ദി ബേസ് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഈസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി വിത്ത് വി പി എന്നാണ്. അപ്പോൾ ഇവിടെ വി പിക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വി പിക്ക് ഇൻക്ലിനേഷൻ പറഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ വി പിക്കുള്ള ഇൻക്ലിനേഷനാണ് 2-3 തരത്തിൽ 2-3 മെത്തേഡുണ്ട്. അതിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദി ബേസ് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഈസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി വിത്ത് വി പി. അപ്പോൾ വി പിക്ക് ഇൻക്ലൈൻ ആയിരിക്കുന്നു എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ആണ്. നമ്മളുടെ ടോപ്പ് വ്യൂവിൽ ബേസ് എഡ്ജ് ഏതാണെന്ന് നോക്കുക. എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ് C1 B1 എന്നുള്ള ബേസ് എഡ്ജ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് വി പിക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നു എന്ന് പറയുന്ന ലൈന് അല്ലെങ്കിൽ എഡ്ജ് ഏതാണ് എന്ന് സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. ബേസ് എഡ്ജ് ബി സി എന്നുള്ള ബേസ് എഡ്ജാണ് വി പിക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്. നമ്മൾ ഇനി നമ്മൾ എഡ്ജ് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എഡ്ജിൻ്റെ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആണോ, ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് ആണോ കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ട്രൂ ലെങ്ത് നമുക്ക് സിമ്പിൾ പൊസിഷൻ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ബേസ് എഡ്ജ് ബി സി ഇതാണ്. അതിൻ്റെ ട്രൂ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30, അല്ല എങ്കിൽ സിമ്പിൾ പൊസിഷൻ ഫിഗറിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ ട്രൂ ലെങ്ത് തന്നെയാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ വന്നപ്പോൾ സി ബി അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന ലെങ്ത് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ ബേസ് എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് എന്തായിരുന്നോ അതേ സെയിം ലെങ്ത് തന്നെയാണ് ടോപ്പ് വ്യൂവിലും ആ എഡ്ജിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കേസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ടോപ്പ് വ്യൂവിൽ വി പിക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ട്രൂ ആംഗിളും വി പിയിൽ നമുക്ക് വരയ്ക്കേണ്ടുന്ന അപ്പാരൻ്റ് ആംഗിളും സെയിം ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 40 ഡിഗ്രി വെച്ച് നമുക്ക് വി പി ഈ ടോപ്പ് വ്യൂവിനെ ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നും കൂടെ പറയാം. വി പി വിത്ത് റെസ്പെക്ട് ടു ഏത് ലൈനാണോ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ആ ലൈനിനെ സ്പോട്ട് ചെയ്യുക. അത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ ആ ലൈനിന് അല്ലെങ്കിൽ ആ എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് ആണോ കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ട്രൂ ലെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ട്രൂ ആംഗിൾ തന്നെ അപ്പാരൻ്റ് ആംഗിളായി നമുക്ക് യൂസ് ചെയ്ത് ടോപ്പ് വ്യൂവിനെ ഇൻക്ലൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബേസ് എഡ്ജിനെ 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഈ ടോപ്പ് വ്യൂവിനെ ഇൻക്ലൈൻ ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ടോപ്പ് വ്യൂവിന് ചുറ്റും ഞാനൊരു റെക്റ്റാങ്കിൾ അസ്യൂം ചെയ്തു. ആ റെക്റ്റാങ്കിളിൻ്റെ കോർണേഴ്സിനെ 1, 2, 3, 4 എന്ന് നെയിം ചെയ്തു. അടുത്തതായി ഈ റെക്റ്റാങ്കിളിനെ 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കുക. സി ബി എന്ന് പറയുന്ന ബേസ് എഡ്ജിന് പാരലലാണ് 1, 2 എന്ന റെക്റ്റാങ്കിളിൻ്റെ സൈഡ്. അതുകൊണ്ട് തന്നെ ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡിനെ ഞാൻ 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് ഒരു 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത ലൈൻ ഞാനിവിടെ വരയ്ക്കുന്നു. ഈ ലൈനിൽ 1, 2 എന്ന റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ആ സൈഡ് വെച്ചുകൊണ്ട് ഞാൻ ആ റെക്റ്റാങ്കിളിനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത റെക്റ്റാങ്കിളിനെ 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ പോയിൻറ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 1 മുതൽ A1 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. 1ൽ നിന്നും കട്ട് ചെയ്യുക. A1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ്. 1ൽ നിന്നും B1 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് 1ൽ വെച്ചുകൊണ്ട് 1, 4 എന്ന് പറയുന്ന ലൈനിൽ കട്ട് ചെയ്യുക. അപ്പോൾ B1 എന്ന പോയിന്റ് കിട്ടും. 2ൽ നിന്നും C1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് 2, 3 എന്ന ലൈനിൽ കട്ട് ചെയ്യുക. അവിടെ നമുക്ക് C1 എന്ന പോയിന്റ് കിട്ടുന്നതാണ്.
4, 3 എന്ന ലൈനിൽ 4 മുതൽ O1 വരെയുള്ള ഡിസ്റ്റൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ O1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ്. ഈ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്ത് ടോപ്പ് വ്യൂവിലുള്ളതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, തിക്ക് ലൈൻ ഉള്ളിടത്ത് തിക്ക് ലൈനും ഡോട്ടഡ് ലൈൻ ഉള്ളിടത്ത് ഡോട്ടഡ് ലൈനും തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. A1 മുതൽ P1 വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ച് P1-ൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പാരലൽ ടു VP ആയിരുന്ന ടോപ്പ് വ്യൂവിനെ നമ്മളിപ്പോൾ ഇൻക്ലൈൻഡ് ടു VP ആയി വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സോളിഡ്സിലെ എല്ലാ പോയിൻറ്സും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കുകയാണ്. A1, B1, P1, C1, O1 എന്നിങ്ങനെയുള്ള എല്ലാ സോളിഡ്സിലെ കോർണർ പോയിൻറ്സിൽ നിന്നും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിൽ നിന്നും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സും നമ്മൾ വരയ്ക്കുകയാണ്. ഈ പ്രൊജക്ടേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് A1-ഉം A' ജോയിൻ ചെയ്ത പോയിന്റിനെ ഞാൻ A2 എന്ന് മാർക്ക് ചെയ്യുന്നു. B1 ആൻഡ് B' മീറ്റ് ചെയ്ത പോയിന്റിനെ B2, P1 ആൻഡ് P' P2, C1 ആൻഡ് C' C2, O1 ആൻഡ് O' O2. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെയും ഔട്ടർ പോയിന്റ്സ് തമ്മിൽ തിക്ക് ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നു. A2 മുതൽ O2 വരെ, A2 to B2, B2 to C2 ആൻഡ് C2 to O2. ഔട്ടർ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഹിഡൻ എഡ്ജസും വിസിബിൾ എഡ്ജസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് താഴെ നിന്നും മുകളിലേക്ക് ഒരു ടോർച്ച് ലൈറ്റ് അടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ബേസ് ABC എന്നുള്ളത് പുറകുവശത്താണ് കാണുന്നത്. അവിടേക്ക് ലൈറ്റ് വീഴുന്നുണ്ടാവില്ല. അപ്പോൾ ABC ബേസിലുള്ള റിമൈനിങ് ആയിട്ടുള്ള എഡ്ജസിനെ ഡോട്ടഡ് ലൈൻ വെച്ച് വേണം മാർക്ക് ചെയ്യാൻ. AB ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു, BCയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് A മുതൽ C വരെയുള്ള എഡ്ജാണ്. അതിനെയും ഡോട്ടഡ് ലൈൻ വെച്ച് മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്കുള്ളത് റിമൈനിങ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഫേസിലെ എഡ്ജുകളാണ്. OA, OB, OC എന്നീ 3 എഡ്ജുകളാണ് ഇനിയുള്ളത്. അതിൽ OA നമ്മൾ വരച്ചു കഴിഞ്ഞു, OCയും വരച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് O മുതൽ B വരെയുള്ള എഡ്ജാണ്. നമ്മൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ O to B എന്ന് പറയുന്നത് നമ്മുടെ ടോർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ ലൈറ്റ് വീഴുന്നതാണ്. OB തിക്ക് ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നു. O മുതൽ P വരെയുള്ള ആക്സിസും നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേസ് 1ൻ്റെ ആൻസർ. ഇവിടെ നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ട്രൂ ആംഗിളാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ചുള്ള ഫിഗർ വരച്ചത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതായിരിക്കും ആ ഫിഗർ. നമുക്ക് ചോദ്യത്തിൽ ബേസ് എഡ്ജ് 40 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവസാനം ഡയമെൻഷൻ മാർക്ക് ചെയ്യുമ്പോൾ ബേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ 40 ഡിഗ്രി ആയി മാർക്ക് ചെയ്യുക. അടുത്തതായി കേസ് 2 എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. കേസ് 2-ൽ ആക്സിസ് ഇൻക്ലൈൻഡ് 50 ഡിഗ്രി ടു HP തന്നെയാണ്, മാറ്റമില്ല. ആൻഡ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ്
30 ഡിഗ്രി വിത്ത് വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക, ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു വി പി. ഇപ്പോൾ സിമ്പിൾ പൊസിഷനിൽ യാതൊരു മാറ്റവുമില്ല. എച്ച് പിയുടെ ഇൻക്ലിനേഷൻ വെച്ച് വരച്ച ഫിഗറിനും യാതൊരു മാറ്റവും സംഭവിക്കുന്നതല്ല. എന്നാൽ ഇവിടെ വി പിയുടെ ഇൻക്ലിനേഷനിലാണ് മാറ്റം സംഭവിക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞതുപോലെ ആദ്യം സ്പോട്ട് ചെയ്യാനുള്ളത് വി പിയുടെ ഇൻക്ലിനേഷൻ പറഞ്ഞിരിക്കുന്നത് ഏത് ലൈനാണ് അല്ലെങ്കിൽ ഏത് എഡ്ജാണ് എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൽ വി പിയുടെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ആദ്യം ആക്സിസിനെ സ്പോട്ട് ചെയ്യുക. നമ്മളുടെ ആക്സിസ് എന്ന് പറയുന്നത് ഒ ഡാഷ് പി ഡാഷ് അല്ലെങ്കിൽ ഒ പി എന്നുള്ളതായിരുന്നു. ടോപ്പ് വ്യൂവിൽ നമ്മൾ ആക്സിസിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ O1 മുതൽ P1 വരെയാണ് നമുക്ക് ലഭിക്കുക. ഈ ആക്സിസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് സിമ്പിൾ പൊസിഷൻ ഫിഗറിൽ നമുക്ക് കിട്ടിയിരുന്ന ലെങ്താണ്. അത് 60 mm എന്ന് ചോദ്യത്തിൽ തന്നിരുന്നു. ചോദ്യത്തിൽ തന്നിരുന്നില്ല എങ്കിലും നമുക്ക് മെഷർ ചെയ്ത് നോക്കാവുന്നതാണ് സിമ്പിൾ പൊസിഷൻ ഫിഗറിൽ. അതേ ആക്സിസ് ടോപ്പ് വ്യൂവിൽ വന്നപ്പോൾ O മുതൽ P വരെ 60 mm ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ അത് 60 mm ഇല്ല. 60 mm കുറവ് ലെങ്താണ് നമുക്ക് കാണിക്കുന്നത്. അതായത് ടോപ്പ് വ്യൂവിൽ വി പി ഇൻക്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞ ലൈനിന് അല്ലെങ്കിൽ എഡ്ജിന് ട്രൂ ലെങ്ത് കിട്ടുന്നില്ല. പകരം അപ്പാരന്റ് ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്. വി പിയുടെ ഇൻക്ലിനേഷനിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ട്രൂ ആംഗിൾ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പകരം നമ്മൾ അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ട്രൂ ആംഗിളും അപ്പാരന്റ് ആംഗിളും ഈ ചോദ്യത്തിൽ ഈക്വൽ അല്ല. അപ്പോൾ അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമുക്ക് എന്തിനാണ് അപ്പാരന്റ് ആംഗിൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഉപയോഗിച്ചത്, രണ്ടാമത് മറ്റൊരു ആംഗിൾ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എങ്ങനെയാണ് ഈ ചോദ്യത്തിൽ വന്നതെന്ന് മനസ്സിലാക്കുക. വി പിക്ക് ഇൻക്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞ ആക്സിസ് നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ആക്സിസ് ഒ പി എന്നുള്ളത് അതിൻ്റെ ട്രൂ ലെങ്തായ 60 mm അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിനേക്കാളും കുറവാണ്. വിച്ച് മീൻസ് ഒ പി എന്ന് പറയുന്നത് അതിൻ്റെ ട്രൂ ലെങ്ത് അല്ല, അപ്പാരന്റ് ലെങ്ത് ആണ്. ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് വി പിക്ക് ഇൻക്ലൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പാരന്റ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളതിൻ്റെ ട്രൂ ആംഗിൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ട്രൂ ആംഗിൾ വരയ്ക്കുകയാണ്. 30 ഡിഗ്രി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആംഗിൾ. അതുകൊണ്ട് തന്നെ എക്സ് വൈ ലൈനിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിക്കൊണ്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ട്രൂ ആംഗിൾ 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ എക്സ് വൈ ലൈനിന് ഇൻക്ലൈൻഡ് ആയിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിൽ ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യുന്നു. ആക്സിസ് P1 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു എങ്കിൽ ഈ ട്രൂ ഇൻക്ലിനേഷൻ ലൈനിലൂടെ തന്നെ ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യുന്നു. ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് നമുക്കറിയാം P ഡാഷ് മുതൽ O ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസാണ്. ആ ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നു, അതിനെ ഈ ലൈനിൽ മാർക്ക് ചെയ്യുന്നു. ഈ കിട്ടിയ പോയിന്റിനെ O എന്ന് ഞാൻ വിളിക്കുന്നു. ശ്രദ്ധിക്കുക, P1 മുതൽ O1 വരെയുള്ള ഡിസ്റ്റൻസ് ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് ആണ്. അടുത്തതായി ഞാൻ ചെയ്യുന്നത് Oയിൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടിയ അപ്പാരന്റ് ലെങ്ത് O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ്, ടോപ്പ് വ്യൂവിൽ നിന്ന് കിട്ടിയ അപ്പാരന്റ് ലെങ്ത് എടുക്കുക. അത് കോമ്പസിലെടുത്ത് ഒരു ലെഗ് പിയിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ വരച്ച ലോക്കസ് ലൈനിനെ കട്ട് ചെയ്യുക. ആ കിട്ടിയ പോയിൻ്റാണ് നമ്മളുടെ പുതിയ O1. അതായത് P1 മുതൽ O1 വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളുടെ ആക്സിസിൻ്റെ അപ്പാരൻ്റ് ലെങ്ത്. P1 മുതൽ O വരെയുള്ളത്
ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് ആയിരുന്നു. ഇപ്പോൾ കിട്ടിയ P1 മുതൽ O1 വരെയുള്ളത് ആക്സിസിൻ്റെ അപ്പാരൻറ്റ് ലെങ്ത് ആണ്. ദി ലൈൻ P1 O1 ഈസ് ഇൻക്ലൈൻഡ് at an angle with the XY line and that angle is called the apparent angle. XY ലൈനുമായി P1 O1 എന്ന ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ അപ്പാരൻ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ആ ആംഗിൾ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെഷർ ചെയ്യാവുന്നതാണ്. ഈ അപ്പാരൻ്റ് ലെങ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ടോപ്പ് വ്യൂവിനെ റീഡ്രോ ചെയ്യുന്നത്. അപ്പോൾ P1 O1 എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പാരൻ്റ് ആംഗിൾ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുകയാണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ബാക്കിയുള്ള എല്ലാ എഡ്ജസും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. O1 P1 ലൈനിനെ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. P1ൽ നിന്നും A1 വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. A1 എന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ്. O1 ടു B1 കോമ്പസിലെടുക്കുക. നമ്മളൊരു കോമ്പസിൽ അതിനെ മാർക്ക് ചെയ്യുന്നു. A1 ടു B1 നമ്മൾ കോമ്പസിലെടുക്കുന്നു, മാർക്ക് ചെയ്യുന്നു. അപ്പോൾ B1 എന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ്. സിമിലർലി O1 ടു C1 ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. A1 ടു C1 ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ C1 എന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ്. നേരത്തെ ടോപ്പ് വ്യൂ അനുസരിച്ച് ഈ പോയിന്റ്സ് തമ്മിലുള്ള ലൈൻസ് കൃത്യമായി നമ്മൾ ഫില്ല് ചെയ്യുക. ഡോട്ടഡ് ലൈൻ വരുന്നിടത്തെല്ലാം ഡോട്ടഡ് ലൈനും തിക്ക് ലൈൻ വരുന്നിടത്തെല്ലാം തിക്ക് ലൈനും യൂസ് ചെയ്ത് തന്നെ ഫിഗർ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ VPക്ക് ഇൻക്ലൈൻഡായി നിൽക്കുന്ന ടോപ്പ് വ്യൂ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ മുകളിലേക്ക് വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ ചോദ്യത്തിൻ്റെ കൃത്യം ഡയമെൻഷനിൽ വരച്ച ഫിഗർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തത് നമ്മളിവിടെ മൂന്നാമത്തെ കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേസ് 3. ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദി XY ലൈൻ. ഇവിടെയും നമ്മൾ ആദ്യം സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നു. വിത്ത് റെസ്പെക്ട് ടു HP ആക്സിസ് 50 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പായ ഇൻക്ലൈൻഡ് ടു VP എന്ന പാർട്ടിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, കേസ് 2 എന്ന് പറഞ്ഞിരുന്നത് ആക്സിസ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് VP എന്നുള്ളതും കേസ് 3യുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി എന്നുള്ളതുമാണ്. അപ്പോൾ ചോദ്യത്തിൽ കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുന്നു VP ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ തന്നിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിൽ ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് ഇൻക്ലൈൻഡ് എന്നോ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ഓഫ് ദി സ്ലാൻഡ് എഡ്ജ് എന്നോ ടോപ്പ് വ്യൂ ഓഫ് ദി ഫേസ് എഡ്ജ് എന്നോ ഒക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആംഗിൾ അപ്പാരൻ്റ് ആംഗിൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫിഗറിൽ കാണേണ്ടുന്ന ആംഗിളാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന 45 ഡിഗ്രി. നമ്മൾ അടുത്തതായി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റീഡ്രോ ചെയ്യാൻ പോകുന്നത് ടോപ്പ് വ്യൂ ആയതുകൊണ്ട് തന്നെ ആ വ്യൂവിൽ നമുക്ക് 45 ഡിഗ്രി ആംഗിൾ വേണം. അപ്പോൾ ഇനി വരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ശ്രദ്ധിക്കുക, ഇവിടെ ആക്സിസിൻ്റെ ലെങ്ത് ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് അല്ല കിട്ടിയിരുന്നത് എങ്കിൽ പോലും ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് മേക്സ് 45 ഡിഗ്രി എന്നായതുകൊണ്ട് നമ്മൾ ടോപ്പ് വ്യൂവിൽ 45 ഡിഗ്രി ആംഗിൾ വെച്ച് തന്നെ വരയ്ക്കണം. ആ തന്നിരിക്കുന്ന 45 ഡിഗ്രി അപ്പാരൻ്റ് ആംഗിളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ XY ലൈനിലൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്നും 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ തന്നിരിക്കുന്ന 45 ഡിഗ്രി അപ്പാരൻ്റ് ആംഗിളാണ്, കാരണം ടോപ്പ് വ്യൂ ആയിട്ടുള്ള ആംഗിളാണ് തന്നിരിക്കുന്നത്. ഈ ലൈനിൽ അപ്പാരൻ്റ് ആംഗിൾ മേക്ക് ചെയ്യുന്ന ഈ ലൈനിൽ ഞാൻ P1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. P1 ടു O1 ടോപ്പ് വ്യൂവിൽ നിന്നും P1 ടു O1 അപ്പാരൻ്റ് ലെങ്തിൻ്റെ
അപ്പാരൻ ലെങ്തും മാർക്ക് ചെയ്യുന്നു. P1 O1 ലൈനിൽ P1ൽ നിന്നും പുറകിലേക്ക് O1 വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് P1 മുതൽ A1 വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് A1 മാർക്ക് ചെയ്യുന്നു. പിന്നീട് O1ൽ നിന്നും B1 വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കോമ്പസ് വെച്ച് കട്ട് ചെയ്യുന്നു. A1 ടു B1 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. B1 എന്ന പോയിന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ C1 എന്ന പോയിന്റും കോമ്പസ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എല്ലാ പോയിന്റ്സും ടോപ്പ് വ്യൂവിൽ എങ്ങനെയാണോ നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത് അതേപോലെ തന്നെ ജോയിൻ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ B1 C1 എന്ന് പറഞ്ഞ എഡ്ജ് ഡോട്ടഡ് ലൈൻ ആയിരുന്നു. ഡോട്ടഡ് ലൈൻ വേണ്ടടുത്ത് കൃത്യമായി ഡോട്ടഡ് ലൈൻ വെച്ച് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 45 ഡിഗ്രി ആംഗിൾ മേഡ് ബൈ ദി ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് വിത്ത് XY ലൈനാണ്. അത് അപ്പാരൻ്റ് ആംഗിൾ ആണ്. അതുകൊണ്ട് ഇവിടെ പുതിയതായിട്ട് വേറെ ആംഗിൾ കണ്ടുപിടിക്കേണ്ടുന്ന ആവശ്യം വരുന്നില്ല. തന്നിരിക്കുന്ന അപ്പാരൻ്റ് ആംഗിൾ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ടോപ്പ് വ്യൂവിനെ സോളിനെ ഇൻക്ലൈൻ ചെയ്യുന്നത്. നമ്മളിനി ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഓരോ പോയിൻറ്റ്സും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും താങ്ക് യു.